ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? എവിടം വരെയായി നിങ്ങളുടെ പഠിത്തമൊക്കെ? നമ്മളിപ്പോ കുറേ സെക്ഷൻസ് ആയിട്ട് കാണണ്ടല്ലേ. ഒരു ഫിസിക്സ് മിസ് ആയതുകൊണ്ട് ഞാൻ ഫിസിക്സ് മാത്രം പഠിക്കണം എന്ന് മാത്രമല്ല പറയുന്നത്. നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും ഒക്കെ പഠിക്കണം കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഫിസിക്സിന് നല്ല മാർക്ക് മേടിക്കണം അല്ലേ. ഫിസിക്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു മടിയുള്ള ചാപ്റ്ററാണ്. ഫിസിക്സോ എന്നുള്ളൊരു തോട്ടിലാണ് എല്ലാവരും പഠിക്കണമെന്ന് എനിക്കറിയാം. ഞാനും പണ്ട് ഇങ്ങനെയായിരുന്നു. സ്റ്റിൽ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, അത് പഠിക്കണം എന്ന് തന്നെ പറയാം. കാരണം എന്താ, ഭൂമിയുടെ സ്പന്ദനം ഫിസിക്സിലും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഓർത്തിട്ടാണ് നമ്മൾ ഫിസിക്സും കെമിസ്ട്രി ഒക്കെ പഠിക്കണം. അപ്പൊ ഫിസിക്സിലാണ് മിസ് ഇപ്പൊ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ക്രിസ്മസ് എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ക്രിസ്മസ് എക്സാമിന്റെ ആ ഒരു മൂഡിലേക്ക് വന്നോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ്സ് ഒക്കെ ഇടണോട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊക്കെ ഇടണോട്ടോ. അപ്പൊ എന്താണ് നമ്മളെന്താ പറഞ്ഞത്? ഓക്കെ, ക്രിസ്മസ് എക്സാം അല്ലേ. ക്രിസ്മസ് എക്സാം അതോർത്ത് ആരും പേടിക്കൊന്നും വേണ്ട. ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞാൽ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നമ്മൾ കൂളായിട്ട് പഠിക്കും അല്ലേ. അപ്പം നമ്മൾ മിസ് ഇപ്പം ഫിസിക്സിലത്തെ ക്ലാസ് 10th 6th 7th ഫോർത്തും ആ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ നോക്കിയായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 10th 3rd ചാപ്റ്ററായ ദ വേൾഡ് ഓഫ് കളർ ആൻഡ് വിഷൻ. എന്താണ് ദ വേൾഡ് ഓഫ് കളർ ആൻഡ് വിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ? ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, എന്താണ് ദ വേൾഡ് ഓഫ് കളർ. അതെ, കളറിന്റെ ലോകമാണല്ലേ. അവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനുണ്ടല്ലേ. അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ നമുക്കിത് കാണാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കളേഴ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കണം. അപ്പൊ എനിക്കറിയാം ക്രിസ്മസ് എക്സാം ആണെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഒരു ചടപ്പൊക്കെ ഉണ്ടാവല്ലേ. ക്രിസ്മസ് ആയതുകൊണ്ട് ഒന്ന് അടിച്ചൊളിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇത്. പക്ഷെ പേടിക്കണ്ട, നമ്മൾ ക്രിസ്മസ് അതായത് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 10 ദിവസം, 10 ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടുമായിരിക്കും അല്ലേ. അത്രയും ദിവസം നമ്മൾ എന്ത് ചെയ്യും? അടിച്ചു പൊളിക്കാൻ പോവുക അല്ലേ. എന്താണ് നമ്മൾ എന്ത് ചെയ്യും? നമ്മള് കാർണിവൽ, എറണാകുളംകാരുടെ ഫേമസ് ആണ് കാർണിവൽ. അപ്പൊ എനിക്കറിയാം ഈ വീഡിയോ അങ്ങോളം ഇങ്ങോളം കാണുന്നവരാണ്. പക്ഷെ എല്ലാവരും ക്രിസ്മസ് ആകുമ്പോഴേക്കും നമ്മുടെ കാർണിവലൊക്കെ കാണാൻ വരണം, അടിച്ചു പൊളിക്കണം, ക്രിസ്മസ് ഒക്കെ തകർക്കണമല്ലേ നമുക്ക്. ഓക്കെ, അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്തുണ്ട്? നമുക്കൊരു കടമ്പയാണ് എന്ത്? ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത്. പക്ഷെ ആരും പേടിക്കണ്ട. എന്തിനാ പേടിക്കുന്നത്? ക്രിസ്മസ് എക്സാം എന്താ നമുക്ക് അത്രയും വലിയൊരു ഇതൊന്നും അല്ലല്ലോ. നമ്മൾ സിമ്പിളായിട്ട് അത് കഴിഞ്ഞ് സൂപ്പറായിട്ട് നല്ല രീതിക്ക് പഠിച്ച് മാർക്ക് മേടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രിസ്മസ് അടിച്ചൊളിക്കുന്നു, ന്യൂ ഇയർ വരുന്നു. അരെ വാ, എന്താ സൂപ്പറാ അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ എന്താണ് മിസ് ക്ലാസ് 10th 3rd ചാപ്റ്റർ ആണെന്ന് പഠിക്കാൻ പോകുന്നത്. ദ വേൾഡ് ഓഫ് കളർ ആൻഡ് വിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലേ. ഓക്കെ, ആ പേര് തന്നെ ഉണ്ട് ദ വേൾഡ് ഓഫ് കളർ. അതെ, നമ്മൾ കളറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഫിസിക്സിലും കളറൊക്കെ ഉണ്ടോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഫിസിക്സ് ഒരു കളർ സാധനമാണ്. അപ്പൊ നമ്മൾ അതാ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ നമുക്ക് ആദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റാർട്ടിങ് തന്നെ പറയുന്നത് എന്താണ്? ഈ 2 പെൺപിള്ളേരും പിന്നെ ഒരു ചെക്കനും ഒരു പെൺകുട്ടിയൊക്കെ കൂടി എന്തോന്നും ഒരു പൂന്തോട്ടത്തിലേക്ക് എത്തുന്നു അല്ലെ. പൂന്തോട്ടത്തിലേക്ക് എത്തുന്നു. ആ കുട്ടി ചോദിക്കുക, വാവ്, ദിസ് ഗാർഡൻ ഈസ് സോ ബ്യൂട്ടിഫുൾ. അത് നമ്മളും അതെ, ഒരു ഗാർഡൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? എന്ത് രസം അല്ലേ കാണാൻ എന്നുള്ളൊരു ടോക്ക് നമ്മൾ പറയാറുണ്ടല്ലേ. അതെ, പക്ഷേ വേറൊരു കുട്ടി ചോദിക്കുക, വി സീ ഓൾ ദീസ് ഫ്ലവേഴ്സ് ഇൻ ദ സെയിം ലൈറ്റ്, സ്റ്റിൽ വൈ ഡോണ്ട് ദേ അപ്പിയർ ഇൻ ഡിഫറെന്റ് കളേഴ്സ്. അത് ശരിയല്ലേ, നമ്മൾ കാണുന്നത് ഒരു ഒറ്റ ലൈറ്റില്ല, പക്ഷെ അതെല്ലാം ഡിഫറെന്റ് കളേഴ്സിലാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കാണുന്ന. അതെന്തുകൊണ്ടായിരിക്കും? നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണെന്നുള്ളത്? അതെ, നമ്മൾ ഒരു കളറാണ് നമ്മുടെ ചുറ്റുമുള്ളത്, ഒരൊറ്റ കളറ്. പക്ഷെ ചുറ്റും കാണുന്ന സാധനത്തിന് ഓരോത്തിനും ഓരോ കളറാ അല്ലേ. അതെന്തുകൊണ്ടായിരിക്കും? അതെ, കളർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കളർഫുൾ ആണ്. നമ്മൾ ഒരു 20-25 കൊല്ലം മുമ്പ് വരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ജീവിച്ചിരുന്ന ആൾക്കാരല്ലേ കുറേ പേര്. നമ്മൾ ഗ്രാൻഡ് പാരൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പൊ അവർ കാണുന്ന ടി വി ഒക്കെ എന്തായിരുന്നു? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്തു? കളർ ടി വി ഒക്കെ ഇറങ്ങി. ഇപ്പൊ എല്ലാം കളറല്ലേ, നമ്മുടെ ലൈഫും കളറാക്കി തുടങ്ങി അല്ലേ. അതെ. അപ്പൊ നമുക്ക് ഇന്ന് കളറിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അപ്പം അതിന് സ്റ്റാർട്ടിങ് ആയിട്ട് നമുക്ക് കളർ ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പം ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്രാക്ഷൻ. എന്താണ് റിഫ്രാക്ഷൻ? ഇതൊരു ബേസിക് ആണ്. അപ്പം ഇന്നത്തെ സെക്ഷൻ കാരണം ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നും നമ്മൾ ക്ലാസ്സിലേക്ക് കയറാണ്. അപ്പം എന്താണ് റിഫ്രാക്ഷൻ? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറയാം? റിഫ്രാക്ഷൻ എന്ന് ചോദിച്ചാൽ എന്താ?
നമ്മളിപ്പോൾ എന്താ ഒരു ലൈറ്റ്, ഇതൊരു ഒരു ഗ്ലാസ് ആണെന്ന് വിചാരിക്കൂ. ഇപ്പം എന്ത് ചെയ്തു, ഒരു ലൈറ്റ് വന്ന് എന്ത് ചെയ്തു, ആ ഗ്ലാസ്സിലേക്ക് വന്ന് വീഴാ അല്ലെ. എന്താണ്, ഒരു ലൈറ്റ് വന്ന് ആ ഗ്ലാസ്സിലേക്ക് വന്ന് വീഴുന്നു. ദാറ്റ് മീൻസ് ആ വന്ന ലൈറ്റിനെ നമ്മൾ എന്ത് പറയും? ഇൻസിഡന്റ് റേ എന്ന് പറയും. എന്താണ്, ഒരു ലൈറ്റ് വരുന്നു, ആ ലൈറ്റ് വന്ന് ഒരു ഗ്ലാസ്സിലേക്ക്, ഇതൊരു ഗ്ലാസ് ആണ്, ഈ ഗ്ലാസ്സിലേക്ക് വന്ന് വീഴുന്നു. ആ വീഴുന്ന ലൈറ്റിന് നമ്മൾ എന്ത് ചെയ്യും? ഇൻസിഡന്റ് റേ എന്ന് പറയും. ആൻഡ് ഓൾസോ നമുക്കറിയാം, ഈ ഡോട്ട് ഇട്ട് കിടക്കുന്ന കണ്ടോ, ഈ ഡോട്ട് ഇട്ടിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് ഒബ്ലിക്കലി ആണല്ലേ വന്ന് വീഴുന്നത്. ഒബ്ലിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിഞ്ഞ രീതിയിലാണ് വന്ന് വീഴുന്നത്. അപ്പൊ അങ്ങനെ വന്ന് വീഴുമ്പോൾ ശരിക്കും പോണ്ടത് എങ്ങനെയാ? ഇങ്ങനെയല്ലേ പോണ്ടത്. എങ്ങനെയാ? ഈ ഡോട്ട് 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 ഇട്ടിരിക്കുന്ന രീതിയിലാണ് പോണ്ടത്. പക്ഷെ ലൈറ്റ് എങ്ങനെയാ പോയത്? ഒരു ബെൻഡിങ് സംഭവിച്ചല്ലേ. എന്താണ്? ഒരു ബെൻഡിങ് സംഭവിച്ചു. അതാണ് ശരിക്കും പറഞ്ഞാൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്നുണ്ടാവുക, ബെൻഡിങ് ഓഫ് ലൈറ്റ്. അതെ, ഒരു ഇൻസിഡന്റ് റേ വരുന്നു, ആ വരുന്ന ലൈറ്റ് ശരിക്കും പോണ്ടത് ഇങ്ങനെ, ശരിയാ, നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയല്ലേ പോണ്ടത്, ശരിക്കും അങ്ങനെ പോണ്ടത്. പക്ഷെ വന്ന് വീണത് ഇങ്ങനെ, ഒരു മീഡിയത്തിൽ വരുമ്പോഴേക്കും ഇങ്ങനെ വന്ന് വീണു. പിന്നെ ഒരു ബെൻഡിങ് ആലേ സംഭവിക്കുന്നുണ്ടാവുക. അതെ, ബെൻഡിങ്. അത് നോക്കിയേ, അതെങ്ങിട്ടാ? ഇത് കണ്ടോ, ഇത് ഇങ്ങനെ വരച്ചേക്കുന്നത്, അതാണ് എന്ത്? നോർമൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ഇമാജിനറി ലൈൻ. നമുക്ക് ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി വരയ്ക്കുന്ന ഒരു ലൈനാണ് എന്ത്? നോർമൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബെൻഡിങ് സംഭവിച്ച് ഔട്ടായിട്ട് വരുന്ന റേയിനെ നമ്മൾ എന്ത് പറയും? റിഫ്ലക്റ്റഡ് റേ എന്ന് പറയും. എന്ത് പറയും? റിഫ്ലക്റ്റഡ് റേ. ആൻഡ് ദ ഇമാജിനറി ലൈൻ വിച്ച് ജോയിൻസ് ദ ഇൻസിഡന്റ് ആൻഡ് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയണത് എന്താ? നോർമൽ എന്ന് പറയും. അപ്പൊ ഇത് ഇൻസിഡന്റ് റേ, ഇത് റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നു. അപ്പോൾ ഇൻസിഡന്റ് റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളിനെ എന്ത് പറയാം? ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറയാം. എന്താണ്? ദ ആംഗിൾ വിച്ച് ഫോംഡ് ബിറ്റ്വീൻ ദ ഇൻസിഡന്റ് റേ ആൻഡ് നോർമൽ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ദ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് എന്നും പറയാം. ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ, അതായത് റിഫ്രാക്റ്റഡ് റേയും നോർമലും എന്ന് പറയുന്ന അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് എന്ത് പറയും? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നു. അപ്പൊ എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് I, സ്മോൾ ലെറ്റർ I. ഇൻസിഡന്റ് ആ പേരിൽ തന്നെ അല്ലേ, INCIDENT എന്നാണ് ഇൻസിഡന്റ്. അപ്പൊ അതായതുകൊണ്ട് അത് ഡിനോട്ട് ചെയ്യുന്നത്, ആംഗിളിനെ ഡിനോട്ട് ചെയ്യുന്നത് I വെച്ചും. ആൻഡ് ഓൾസോ റിഫ്രാക്റ്റഡ് റേ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, ആ റേയിലെ ആംഗിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, റിഫ്രാക്റ്റഡ് ആംഗിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് R-മാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ബെൻഡിങ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ഡീവിയേഷൻ, ഒരു ഡീവിയേഷൻ വരുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? റിഫ്രാക്ഷൻ എന്ന് പറയാം. അപ്പൊ അതേ നോക്കിയേ, അപ്പൊ ഇതൊരു മീഡിയം ആണ് അല്ലെ. അതായത് ഈ ലൈറ്റ് വരുന്നത് എവിടെന്നാ? ഒരു എയർ എന്നുള്ള സർഫസിൽ നിന്നാന്ന് വിചാരിക്കും. അതല്ലേ നമ്മൾ സാധാ ടോർച്ച് എടുത്ത് അടിക്കുന്നു. അപ്പൊ അത് വേറൊരു മീഡിയം അല്ലേ, ഇതൊരു മീഡിയം. പക്ഷെ ഗ്ലാസ് എന്ന് പറയുന്നത് എന്താ? വേറൊരു മീഡിയമാണ്. ഇത് അറ്റ്മോസ്ഫിയർ, എയർ ആണ്. ഇതെന്താ? ഗ്ലാസ് ആണ്. അപ്പൊ രണ്ടും തമ്മിൽ രണ്ട് മീഡിയംസ് ആണ് അല്ലേ. അപ്പൊ എന്താ? ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയം. അപ്പൊ ഈ മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇവിടെ ഡെൻസിറ്റി കുറവായിരിക്കും. അറ്റ്മോസ്ഫിയർ അവിടെ ഡെൻസിറ്റി കുറവായിരിക്കും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഡെൻസിറ്റി അല്ലേ. അപ്പൊ ഒരു ഡെൻസിറ്റി അല്ലെങ്കിൽ റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ എന്തെയ്യുന്നു? ഒരു ബെൻഡിങ്, ഒരു ഡിഫ്ലക്ഷൻ വരുന്നുണ്ടല്ലേ. അതാണ് എന്ത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നുണ്ടാവുക. മനസ്സിലായോ? A light is fall from a medium to another medium, there is a deflection occur. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? റിഫ്രാക്ഷൻ എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ മനസ്സിലായില്ല. ഇതിനകത്ത് നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസിഡന്റ് റേ, അതായത് ലൈറ്റ് വന്ന് വീഴുന്നതിനെ പറയുന്ന ആ ലൈറ്റിനെയാണ് ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. ആൻഡ് ഗ്ലാസിന്റെ ഉള്ളിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് വരുന്ന റേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത്. പിന്നെന്താ? ആംഗിൾ ഓഫ് ഇൻസിഡന്റ് വിച്ച് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ദ നോർമൽ ആൻഡ് ദ ഇൻസിഡന്റ് റേ. ആൻഡ് റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ന് പറയുന്നത് ദ ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ ആൻഡ് റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് റിഫ്രാക്ഷൻ എന്താണ്, അവിടെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് നോക്കേണ്ടത് വേറൊരു കാര്യമാണ്. ഇതാണ് എന്ത്?
റയറർ ആൻഡ് ഡെൻസർ. ഇതൊരു റയറർ മീഡിയമാണ്. എന്താണ് റയറർ മീഡിയം? മിസ് പറഞ്ഞുതരാം എന്താണ് റയറർ മീഡിയം, എന്താണ് ഡെൻസർ മീഡിയം എന്നുള്ളത്. ഇതെന്താ ഒരു റയറർ മീഡിയമാണ്. എന്താണ് റയറർ മീഡിയം? ഇതെന്താ ഒരു ഡെൻസർ മീഡിയമാണ് കേട്ടോ. അപ്പൊ ഇതെന്താണ് ഒരു റയറർ മീഡിയമാണ്, ഇതൊരു ഡെൻസർ മീഡിയമാണ്. അപ്പൊ റയറർ മീഡിയം ഡെൻസർ മീഡിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി കൂടിയ മീഡിയമാണ് ഡെൻസർ മീഡിയം. ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ അതിന് എന്താ ഡെൻസർ മീഡിയം എന്നോ, എന്താ ഡെൻസിറ്റി കുറവ് കമ്പാരിറ്റീവ്ലി ഈ മീഡിയത്തിനെക്കാളും ഡെൻസിറ്റി കുറവ് അതിനെ പറയുന്നതാണ് എന്ത് റയറർ മീഡിയം എന്ന് പറയുന്നത്. എന്താണ് ഡെൻസിറ്റി കുറവുള്ള മീഡിയത്തിന് നമ്മൾ എന്ത് പറയും? റയറർ മീഡിയം. ആൻഡ് ഡെൻസിറ്റി കൂടിയുള്ള മീഡിയത്തിന് നമ്മൾ എന്ത് പറയും? ഡെൻസർ മീഡിയം എന്നാട്ടോ പറയണ്ടാവുക. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഒരു ലൈറ്റ് വന്ന് ലൈറ്റ് വന്ന് എന്ത് ചെയ്യുന്നു? ലൈറ്റ് വന്ന് വീഴുന്നു. ലൈറ്റ് വന്ന് വീഴുന്നു. അതാണ് ഈ കാണിച്ചത്. ലൈറ്റ് വന്ന് ഇങ്ങനെ വന്ന് വീഴുന്നു. ശരിക്കും ലൈറ്റ് എങ്ങനെ പോകേണ്ടത്? അതാണ് ഈ ഡോട്ടിട്ട് കാണിച്ചത്. ഇങ്ങനെയാണ് ലൈറ്റ് ശരിക്കും പോകേണ്ടത്. ഇങ്ങനെയാണ് ശരിക്കും. കാരണം ഒബ്ലിക്കലി ആണല്ലേ വന്നത്. ഇത് നമ്മളൊരു സാധാ ലൈറ്റ് എടുത്ത് നേരെ അടിച്ചാൽ ഇങ്ങനെ സംഭവിക്കില്ല, റിഫ്രാക്ഷൻ നടക്കില്ല. അത് മിസ് എടുത്ത് പറയാം. ഇപ്പൊ ഒരു മീഡിയം, നമ്മളിപ്പോ ഇത് ഗ്ലാസ് ആണെന്ന് വിചാരിക്കാം. ഞാൻ ഇങ്ങനെ ഒരു ടോർച്ച് വെച്ച് ലൈറ്റ് നേരെ അടിക്കുമ്പോൾ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ഒബ്ലിക്കലി ചരിഞ്ഞടിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക, റിഫ്രാക്ഷൻ നടക്കുന്നുണ്ടാവട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ലൈറ്റ് വന്ന് വീഴുന്നു. ഇവിടെ എന്താ ഇത് ശരിക്കും ഇങ്ങനെ പോകേണ്ടത്, പക്ഷെ എന്ത് ചെയ്തു? ഇങ്ങനെ ബെൻഡ് ചെയ്തല്ലേ? എങ്ങനെയാണ്? ഇങ്ങനെ ബെൻഡ് ചെയ്തു അല്ലെ? ഇങ്ങനെ ബെൻഡ് ചെയ്തു. ഇതാണ്. അപ്പൊ അതേ നോക്കിയേ, നോർമലിന്റെ അടുത്തേക്കല്ലേ ആ ലൈറ്റ് ബെൻഡ് ചെയ്തത്? എന്താണ്? നോർമലിന്റെ അടുത്തേക്കാണ് ആ ലൈറ്റ് ബെൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതെന്താ റയറർ ടു ഡെൻസർ മീഡിയം ആകുമ്പോൾ ഇതെന്ത് ചെയ്യും? ഈ നോർമലിന്റെ അടുത്തേക്കായിരിക്കും ലൈറ്റ് വന്ന് വീഴണ്ടാവുക. ടുവേർഡ്സ് നോർമൽ. മനസ്സിലായോ? ആ ലൈറ്റ് എന്താണ്? നോർമലിന്റെ അടുത്തേക്കായിരിക്കും വീഴണ്ടാവുക. അതായത് when a light fall from rarer medium to denser medium, the light will form towards the normal. നോർമലിന്റെ അടുത്തേക്കായിരിക്കും ലൈറ്റ് വന്ന് വീഴണുണ്ടാവുക. മനസ്സിലായല്ലോ? അപ്പൊ റയറർ ടു ഡെൻസർ മീഡിയം നമ്മൾ നോക്കി. ഇനി ഡെൻസർ ടു റയറർ മീഡിയം നോക്കി. അതായത് ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്ക് വീഴുമ്പോൾ എന്താ സംഭവിക്കും നോക്കിയേ. ഇത് നോക്കിയേ, ഇവിടെ നിന്ന് ലൈറ്റ് വന്ന് വീഴുന്നു. എന്താണ്? ഇവിടെ നിന്ന് ലൈറ്റ് വന്ന് വീഴുന്നു. അപ്പൊ അതേ നോക്കിയേ, ഇത് ശരിക്കും പോകേണ്ടത് എങ്ങനെയാ? ഈ കുത്തിട്ട പോലെ ഈ ഡോട്ടഡ് ഡയറക്ഷനിലാണ് പോകേണ്ടത്. പക്ഷെ ഇതെന്ത് ചെയ്തു? ഇങ്ങനെ പോയല്ലേ? എന്താണ്? ഇങ്ങനെ പോയി. അതായത് ഇപ്പൊ എന്താണ്? ഇതാണ് ഡെൻസർ മീഡിയം, ഇതാണ് റയറർ മീഡിയം അല്ലെ? അപ്പൊ എന്ത് സംഭവിച്ചു? ഇപ്പൊ ഇതേ നോക്കിയേ, ഇത് നോർമലാണ്. ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ് നോർമൽ. ആ നോർമലിന്റെ നിന്ന് അകന്നാലേ പോണത്. അതായത് നോർമലിൽ നിന്നും അകന്ന് മാറിയാണ് പോകുന്നത്. അപ്പൊ എന്ത്? എവേ ഫ്രം നോർമൽ. മനസ്സിലായല്ലോ? ഇതെന്താണ്? എവേ ഫ്രം നോർമൽ ആയിരിക്കും. അപ്പൊ റയറർ ടു ഡെൻസർ മീഡിയത്തിലേക്കാണെങ്കിൽ എന്ത് സംഭവിക്കും? ടുവേർഡ്സ് നോർമൽ ആയിരിക്കും റിഫ്രാക്റ്റഡ് ലൈറ്റ് വന്ന് വീഴണ്ടാവുക. പക്ഷേ ഡെൻസർ ടു റയറർ മീഡിയത്തിലാണെങ്കിൽ എവേ ഫ്രം നോർമൽ, റിഫ്രാക്റ്റഡ് ലൈറ്റ് എന്തായിരിക്കും? എവേ ഫ്രം നോർമൽ. അത് നിങ്ങളുടെ മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. ജസ്റ്റ് ഓർത്തിരിക്കാം. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റാർട്ടിങ്. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? പല കാര്യങ്ങളിലേക്ക് പോകണ്ടാവുക. അപ്പൊ ഇനി പല കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു കാര്യമാണ് എന്ത്? ഡിസ്പേർഷൻ ത്രൂ എ പ്രിസം. എന്താണ്? അതായത് ഈ പ്രിസത്തിൽ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ടോ, അവിടെ വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, അതൊക്കെ അറിയാനാണ് നമ്മൾ ഇനി നോക്കണ്ടാവുക. പ്രിസം എന്താന്ന് എല്ലാവർക്കും അറിയാലോ. നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? മീൻസ് എന്താ? നിങ്ങൾ +1 +2 ആണ്. ഇനി സയൻസ് സ്ട്രീം എടുക്കാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്തായാലും എനിക്ക് അടുപ്പിച്ച് കാണാൻ പോകുന്ന കാര്യമാണ് എന്ത്? നമ്മുടെ പ്രിസം എന്ന് പറയുന്നത്. 10th നിങ്ങൾക്ക് എന്താണ്? സാധാരണ നമുക്കൊരു ക്യൂബിക്, നമ്മുടെ പിരമിഡൊക്കെ പോലെ ഇരിക്കില്ലേ?
അതാണ്, അത് ഗ്ലാസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ് നമ്മൾ എന്ത് പറയാ, പ്രിസം എന്ന് പറയാം. അപ്പൊ റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നോക്കിയേ, ഇത് മിസ് എന്ത് ചെയ്തു, ഒരു ടോർച്ച് എടുത്തു. ഇതൊരു ടോർച്ചാന്ന് വിചാരിക്കും. ഈ ടോർച്ച് എടുത്ത് നമ്മൾ മിസ് എന്ത് ചെയ്തു, ഈ ലൈറ്റ് ഇങ്ങോട്ട് തട്ടി. ഒരു ലേസർ ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. എന്താണ്, ടോർച്ച് അല്ല, ലേസർ ആണ് മിസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്താണ്, ലേസർ എന്ന് പറയുമ്പോൾ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ്. എന്താണ്, മോണോക്രോമാറ്റിക് ലൈറ്റ്. മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ്. മോണോക്രോമാറ്റിക് ലൈറ്റ്. മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറയുമ്പോഴേക്കും അതെന്താ, ഒരു സിംഗിൾ ലൈറ്റ് ആയിരിക്കും. എന്താണ്, ലേസറിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ലേസർ എന്തായിരിക്കും, ഒന്നിലെ പച്ച അല്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ നീല. നിങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടാവില്ലേ ലേസർ വെച്ച്? അപ്പൊ ആ ഓരോ കളർ വെച്ചാണ് ലേസർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പൊ ഈ ലേസർ ഞാൻ അടിക്കുമ്പോൾ എന്തായാലും എന്ത് സംഭവിക്കും, ഇവിടെ എന്താ, ഇതൊരു റെയറർ മീഡിയം ആണ് അല്ലെ. ഇതെന്ത് മീഡിയം ആണ്, റെയറർ മീഡിയം ആണ് അല്ലെ. റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം ആകുമ്പോൾ എന്ത് സംഭവിക്കും എന്നാ പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്യും, നോർമലിന്റെ അടുത്തേക്ക് എന്ത് സംഭവിക്കും, റിഫ്രാക്ഷൻ നടക്കും അല്ലെ. നോർമലിന്റെ അടുത്തേക്ക് റിഫ്രാക്ഷൻ നടക്കും. ഇതാണ് റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ നോർമലിന്റെ അടുത്തേക്കാണ്, ടുവേർഡ്സ് ദ നോർമൽ ആയിരിക്കും റെയറർ ടു ഡെൻസർ. ഇത് ഡെൻസർ മീഡിയം ആണ്. ഡെൻസർ മീഡിയം ആണ്. ഡെൻസർ മീഡിയം ആയതുകൊണ്ട് നോർമലിന്റെ അടുത്തേക്കായിരിക്കും, ടുവേർഡ്സ് ദ നോർമൽ ആണെന്ന് മിസ് ഓൾറെഡി പറഞ്ഞു. അതാണ് ഇത്. അത് കഴിഞ്ഞ് നോക്കി നമ്മൾ അങ്ങനെ പോയി. അപ്പൊ നമുക്ക് ഇതിന് പേരെടുക്കാം. ഇത് എ ബി, ഇത് സി ഡി. ഓക്കെ, പേരിട്ടു. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്തു, ഈ ആംഗിള്, ഇത് ലൈറ്റ് വന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്തു. ശരിയാണ്, നമ്മൾ ആ ബെൻഡ് ചെയ്ത രീതിക്ക് തന്നെ ട്രാവൽ ചെയ്തു. ദെൻ ഇവിടെ എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കും, പിന്നെന്താ, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോവുക അല്ലെ. എന്താണ്, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ എന്താ, എവേ ഫ്രം നോർമൽ അല്ലെ. എവേ ഫ്രം നോർമൽ, അതാണ് ഈ കാണുന്നത് എവേ ഫ്രം നോർമൽ എന്ന് മനസ്സിലാവും. അപ്പൊ എന്ത് ചെയ്തു, ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും ബെൻഡിങ് ചെയ്തു. ബെൻഡ് ചെയ്യണത് എങ്ങോട്ടാ, നമ്മുടെ ബേസിലേക്കാണ്. ഇത് നോക്കി, ഈ ബേസ് എന്ന് പറയുന്നത് ഭയങ്കര റഫ് ആയിട്ടുള്ള ഒരു സർഫേസ് ആയിരിക്കും കേട്ടോ. എന്താണ് ബേസ് എന്ന് പറയുന്നത്, ഭയങ്കര റഫ് ആയിട്ടുള്ള സർഫേസ് ആയിരിക്കും. നിങ്ങൾ ഇനി പ്രിസം ഒക്കെ ഒന്ന് മിസ് കാണിച്ചു തരുമ്പോൾ നോക്കാട്ടോ, ഇങ്ങനെ അതിന്റെ ബേസ്, അതിന്റെ അടിഭാഗം എന്തൊക്കെ ഭയങ്കര റഫ് ആയിരിക്കും കേട്ടോ. അപ്പൊ ബേസ് ഭയങ്കര റഫ് ആയിരിക്കും. അപ്പൊ റെയറർ ടു ഡെൻസർ പോകുമ്പോഴേക്കും ടുവേർഡ്സ് നോർമൽ ബെൻഡിങ് സംഭവിക്കും. ആൻഡ് ഡെൻസർ ടു റെയറർ പോകുമ്പോൾ എവേ ഫ്രം നോർമൽ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇത് മനസ്സിലായില്ലേ? അപ്പൊ റിഫ്രാക്ഷൻ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടല്ലേ. എന്താണ് റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് ഡീവിയേഷൻ? എന്തുകൊണ്ടായിരിക്കും ഈ ഡീവിയേഷൻ ഉണ്ടാവുക? ഓൾറെഡി നമ്മൾ പഠിച്ചതാണല്ലേ, ഡീവിയേഷൻ കാരണം എന്താ, റിഫ്രാക്ഷൻ കാരണമാണ് എന്ത്, ഈ ഡീവിയേഷൻ ഉണ്ടാവുക. എന്തുകൊണ്ടാണ് ഈ ഇതുണ്ടാവുക? റിഫ്രാക്ഷൻ കാരണമാണ് എന്തുണ്ടാവുക. അപ്പൊ എന്താ, റിഫ്രാക്ഷൻ. ഇനി ഓക്കെ, ഐഡന്റിഫൈ ദ ഫേസ് ഓൺ വിച്ച് ദ ലൈറ്റ് റേ അണ്ടർഗോസ് ഡീവിയേഷൻ. എവിടെയൊക്കെയാണ് നമ്മുടെ ലൈറ്റ് റേസ് ഡീവിയേഷൻ നടത്തേണ്ടാവുക? എവിടെയൊക്കെയാണ്? ഈ എയിലും എ ടു ബി ആണ്, എ ടു സിയിലാണ്. അതായത് ഈ എ ബി എന്നുള്ള ഈ ലൈനിലാണ് ഫസ്റ്റ് റിഫ്രാക്ഷൻ നടക്കുക. പിന്നെ എ സി എന്ന് പറയുന്നതിലായിരിക്കും സെക്കൻഡ് റിഫ്രാക്ഷൻ നടക്കുക. അപ്പൊ എന്താണ്, എ ബി ആൻഡ് എ സി. ഓക്കെ, ഇനി അടുത്ത എന്താ, ടുവേർഡ്സ് വിച്ച് പാർട്ട് ഓഫ് ദ പ്രിസം ഡസ് ദ ലൈറ്റ് റേ ഡീവിയേറ്റ് വെൻ ഇറ്റ് എൻ്റർ ഇൻ ടു ദ പ്രിസം ഫ്രം എയർ. എയറിൽ നിന്നും എന്താ നമ്മുടെ പ്രിസത്തിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് കയറുമ്പോൾ എന്താ സംഭവിക്കുക, എങ്ങോട്ടാ ബെൻഡിങ് സംഭവിക്കുക? മിസ് പറഞ്ഞല്ലേ, ബേസിലേക്കാണ് ബെൻഡിങ് സംഭവിക്കാന്ന്. അപ്പൊ എങ്ങോട്ടാണ്? ബേസിലല്ലേ, ബേസിലേക്കാണ്. വാട്ട് അബൌട്ട് വെൻ ദ ലൈറ്റ് റേ പാസസ് ഫ്രം ദ പ്രിസം ഇൻ ടു എയർ? എയറിൽ നിന്നും പ്രിസത്തിന്റെ ഉള്ളിൽ നിന്നും എയറിലേക്ക് പോകുമ്പോഴും എങ്ങോട്ടാ ലൈറ്റ് പോണ്ടാവുക? ബേസിലേക്ക് തന്നെയാണ് അല്ലേ ലൈറ്റ് പോകണുണ്ടാവുക. എന്താണ്, ബേസ് തന്നെയാണ് പോകുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഒരു പ്രിസത്തിൽ എന്താ നടക്കുന്നത്? ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ്, അതായത് നമ്മൾ ലേസർ പോലെ ഒരു ഒറ്റ സിംഗിൾ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതൊരു ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? റിഫ്രാക്ഷൻ നടക്കുന്നു. അതാണ് നമ്മൾ ഇപ്പൊ നോക്കിയത്, റിഫ്രാക്ഷൻ ഓഫ്
റിഫ്രാക്ഷൻ ത്രൂ പ്രിസം എന്നുള്ള ഈ പോർഷനിൽ നോക്കിയത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം മിസ് ഒരു കാര്യം കാണിച്ചു തരാം. When light ray enter and leaves a prism, it deviates towards the base of the prism due to the refraction. കണ്ടോ, മിസ് ഓൾറെഡി പറഞ്ഞായിരുന്നില്ലേ, ഒരു പ്രിസത്തിന്റെ ഉള്ളിൽ കൂടി ലൈറ്റ് പോകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ നടക്കും. ആ റിഫ്രാക്റ്റഡ് ലൈറ്റ് എങ്ങിട്ടായിരിക്കും പോണ്ടാവുക? ആ പ്രിസത്തിന്റെ ബേസിലേക്കായിരിക്കും പോണുണ്ടാവുക. അപ്പൊ മനസ്സിലായല്ലോ. when a light ray enter and leaves a prism, it deviates towards the base of the prism due to refraction. മനസ്സിലായല്ലോ. അപ്പൊ നമ്മളിപ്പോ ഒരു റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം നമ്മൾ എന്ത് ചെയ്തു? ഒരു മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ കേസിൽ നമ്മൾ നോക്കിയല്ലേ. എന്താണ് മോണോക്രോമാറ്റിക് ലൈറ്റ് ആയ നമ്മളിപ്പോൾ ലേസർ, അതിന്റെ കാര്യത്തിൽ നോക്കി. ഇനി മിസ് ഒരു വൈറ്റ് ലൈറ്റ്, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരു ടോർച്ചാണ് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പൊ ടോർച്ച് അതെന്ത് ലൈറ്റാണ്? നമുക്കറിയാം ടോർച്ച് പല ലൈറ്റ് കൊണ്ടുണ്ട്. പക്ഷെ നമ്മൾ എന്താ വൈറ്റ് ലൈറ്റ് ഉള്ള ടോർച്ചസ് നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ടല്ലേ. അതാണ് നമ്മുടെ എല്ലാവരും ഇപ്പോൾ ഒരു അയ്യോ ലൈറ്റ് കറണ്ട് പോയി അപ്പൊ തന്നെ ടോർച്ച് എടുക്കുക എന്നുള്ളൊരു ടോക്കാണ് നമ്മൾ പറയാം. സത്യമാണ്. ഇപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഫോൺ എടുക്കുക, ഫ്ലാഷ് ലൈറ്റ് എടുക്കുക എന്നുള്ളൊരു എന്തിലേക്ക് വന്നത്. അപ്പോൾ നമുക്കറിയാം ലൈറ്റ് എന്ന് പറയുമ്പോഴേക്കും എപ്പോഴും എന്ത് ചെയ്യാം? നമ്മൾ ടോർച്ചായി യൂസ് ചെയ്യുന്നുണ്ടാവുക. അതെന്ത് ലൈറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുക? വൈറ്റ് ലൈറ്റാല്ലേ. അപ്പൊ ഈ സെയിം സാധനം തന്നെ മിസ് എന്ത് ചെയ്യുന്നു? വൈറ്റ് ലൈറ്റിൽ യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. ഇത് നോക്കിയേ, ഇത് നോക്കൂ, ഇത് നോക്കിയേ, ഇതൊരു പ്രിസം അല്ലേ. മിസ് ഓൾറെഡി പറഞ്ഞു ഇതൊരു പ്രിസമാണ്. പ്രിസത്തില് എന്ത് സംഭവിക്കുന്നത്? ഒരു പ്രിസം കണ്ടോ, ഇതൊരു പ്രിസമാണ്. പ്രിസം ലൈറ്റ് ഉണ്ട് അല്ലേ. ഇതൊരു പ്രിസമാണ്. ആ പ്രിസത്തിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു വൈറ്റ് ലൈറ്റ് തട്ടിയിട്ടു. അപ്പൊ വൈറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ മിസ് ഇത് കണ്ടോ, ഇത് വൈറ്റ് ലൈറ്റ് ആണെങ്കിലും വൈറ്റ് വെച്ചല്ല മിസ് വരച്ചേക്കുന്നത്, ഒരു ബ്ലാക്ക് വെച്ച്. അപ്പൊ അതൊരു വൈറ്റ് ലൈറ്റ് ഇങ്ങനെ പോകാം കേട്ടോ. വൈറ്റ് ലൈറ്റ് ഇങ്ങനെ പോകാം. ഇത് നോക്കിയേ, വൈറ്റ് ലൈറ്റ് പോകുമ്പോഴേക്കും നോക്കിയേ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടണത് എന്താ? 7 നിറങ്ങളാലേ. എന്താണ്? നമ്മുടെ വിബ്ജിയോർ. അതെ, നമ്മുടെ റെയിൻബോ പോലത്തെ സെറ്റ്. അതെ, റെയിൻബോ തന്നെ. അതെ, വിബ്ജിയോർ ആണ് നമുക്ക് കിട്ടണ്ടാവുക. വിബ്ജിയോർ കിട്ടുന്നു. പക്ഷെ നമ്മൾ നേരത്തെ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് കിട്ടിയപ്പോഴേക്കും റിഫ്രാക്ഷൻ നടന്നു. ശരിയാണ്. പക്ഷെ ഇവിടെ നോക്കിയ ഒരു വൈറ്റ് ലൈറ്റ് കൊടുക്കുമ്പോഴേക്കും അവിടെ എന്ത് സംഭവിക്കുന്നു? അതാ ഇവിടെ നമുക്ക് ഒരു വിബ്ജിയോർ, ഒരു സെറ്റ് ഓഫ് കളേഴ്സ് ആണ് കിട്ടുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം വൈറ്റ് ലൈറ്റ് കമ്പോസ്ഡ് ഓഫ് ഓൾ ദ കളേഴ്സ്. ഈ എല്ലാ കളേഴ്സും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ വൈറ്റ് ലൈറ്റ് ഉണ്ടാക്കിയേക്കുന്നത് അറിയാലോ. അപ്പൊ ഇത് നോക്കിയേ, ഒരു വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിലേക്ക് തട്ടിയപ്പോഴേക്കും അവിടെ എന്ത് സംഭവിച്ചു? അതിന്റെ കോമ്പോസിറ്റ് കളേഴ്സ്, വൈറ്റ് ലൈറ്റിൽ ഉണ്ടാക്കുന്ന ലൈറ്റിന് കോമ്പോസിറ്റ് കളേഴ്സ് എന്ന് പറയും. ആ കോമ്പോസിറ്റ് കളേഴ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്ത് വരും അല്ലെ. എന്താണ്? സെപ്പറേറ്റ് ചെയ്ത് വരും. ഈ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് എന്ത്? ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. എന്താണ്? when a white light fall on a prism, പ്രിസത്തിൽ ഒരു വൈറ്റ് ലൈറ്റ് വന്ന് വീഴുമ്പോൾ അത് എന്ത് ചെയ്യും? അതിന് കോമ്പോസിറ്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ആകും. ഓരോ കളേഴ്സ്, അതായത് റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ഇൻഡിഗോ, വയലറ്റ്, ഈ 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ കളേഴ്സും നമ്മളിപ്പോൾ ഒരു സ്ക്രീൻ വല്ലതും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ സ്ക്രീനിൽ വന്ന് ഇത്രയും കളേഴ്സ് വന്ന് വീഴുന്നത്. അപ്പൊ അതാണ് എന്ത്? നമുക്ക് നേരത്തെ കേസും ഇതും തമ്മിൽ വ്യത്യാസം. നേരത്തെ നമ്മൾ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് അല്ലെങ്കിൽ ഒരു ലേസർ കൊടുത്തെങ്കിൽ ഇപ്പൊ നമ്മൾ എന്താണ്? ഒരു വൈറ്റ് ലൈറ്റ് കൊടുത്തപ്പോഴേക്കും നമുക്ക് മനസ്സിലായല്ലേ. അതാണ് ഡിസ്പേർഷൻ ഓഫ് വൈറ്റ് ലൈറ്റ് ത്രൂ എ പ്രിസം. അതാണ് നമ്മൾ ഈ സെക്ഷനിൽ കണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഇത് നോക്കിയേ, ഇപ്പൊ ഫസ്റ്റ് ഇത് നോക്കൂ. നമുക്കറിയാം ഇങ്ങനെ വൈറ്റ് ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇത് നോക്കിയേ, നമ്മുടെ വയലറ്റ് ഏറ്റവും അടിയിൽ വന്നേക്കുന്നത് വയലറ്റ് അല്ലേ. ഏറ്റവും അടിയിൽ വന്നേക്കുന്നത് വയലറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയേ, നമ്മൾ എന്താ വൈറ്റ് ലൈറ്റ് കൊടുത്തു, ഞാൻ പറഞ്ഞു അതിൻ്റെ സ്പ്ലിറ്റ് ചെയ്തല്ലേ, ഓരോ സെക്ഷനായിട്ട് ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ലൈറ്റ് അടിയിൽ വന്നേക്കുന്നത് ഏതാ? നമ്മുടെ വയലറ്റ് അല്ലേ. ഏതാണ്? വയലറ്റ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. ഏത് ലൈറ്റ് ആണ്? വയലറ്റ് ആണ്. നമ്മുടെ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, അങ്ങനെ ഓരോ കളേഴ്സ് ആയിട്ട് ഇതൊക്കെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നോക്കിയേ, വയലറ്റ് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ നടത്തിയേക്കണം. ഇത് നോക്കിയേ, ഇങ്ങനെ വന്ന് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ നടന്നേക്കുന്നത് ഏതിനാണ്? നമ്മുടെ വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ വന്നേക്കുന്നത്. ഏറ്റവും കുറവ് ഡീവിയേഷൻ വന്നേക്കുന്നത് ഏതിനാണ്? റെഡിനാണ് അല്ലെ. റെഡിന് അധികം ഡീവിയേഷൻ ഉണ്ടോ? അത് ജസ്റ്റ് ആയിട്ട്
ഡീവിയേറ്റ്, ജസ്റ്റ് ഒന്ന് ഡീവിയേഷൻ കുറവെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലെ. അപ്പൊ അതേ നോക്കിയേ, എന്തുകൊണ്ടായിരിക്കും റെഡ് കുറച്ച് ഡീവിയേഷനും വയലറ്റ് നല്ല കൂടുതൽ ഡീവിയേഷനും കാണിച്ചിട്ടുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും? അപ്പൊ അതേ നോക്കിയേ, ഇത് നോക്കിയേ, ഇത് മിസ് ടേബിളിൽ പറയുന്ന മുമ്പ് തന്നെ കാര്യം പറയാം. എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻസ് കാണിക്കുന്നത് വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റ്സ് ആയിരിക്കും. എന്താണ് മിസ് പറഞ്ഞത്? ഡീവിയേഷൻസ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഏതായിരിക്കും? വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റ്. അപ്പൊ നമുക്ക് നോക്കാം, ഇതൊരു വേവ് ലെങ്ത് ടേബിൾ ആണ് ഓരോ കളറിന്റെ. നമ്മുടെ വയലറ്റ് നോക്കിയേ, വേവ് ലെങ്ത് എത്ര? 380 to 440. ഈ ഒരു റേഞ്ചിലായിരിക്കും നമ്മുടെ എന്താ കളറിന്റെ, വയലറ്റ് കളറിന്റെ വേവ് ലെങ്ത് എന്ന് പറയാം. അതേപോലെ ഇൻഡിഗോ നോക്കിയേ, 440 to 460 വേവ് ലെങ്ത്, നാനോമീറ്റർ. ബ്ലൂ എന്ന് പറയുന്നത് എന്താ? 460 to 500. ഗ്രീൻ എന്ന് പറയുന്നത് 500 to 570. യെല്ലോ എന്ന് പറയുന്നത് 590 to 590 ആ റേഞ്ചിലാണ്. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ 590 to 620. ആൻഡ് റെഡ് എന്ന് പറയുന്നത് 620 to 750 ആ റേഞ്ചിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് കൂടിയ കളർ ഏതാണ്? വേവ് ലെങ്ത് കൂടിയ കളർ ഏതാണ്? നമ്മുടെ റെഡ് അല്ലെ. എന്താ? റെഡിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത്. പക്ഷെ വേവ് ലെങ്ത് കുറഞ്ഞത് ഏതാണ്? നമ്മുടെ വയലറ്റ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? വേവ് ലെങ്ത് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡീവിയേഷൻ കൂടും. എന്താ മിസ് പറഞ്ഞിട്ടുണ്ടായത്? വേവ് ലെങ്ത് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഡീവിയേഷൻ കൂടുന്നു. എന്താണ്? വേവ് ലെങ്ത് കുറയുമ്പോൾ ഡീവിയേഷൻ കൂടുന്നു. അതാണ് നമ്മൾ ഇന്ന് നോക്കിയത്. എന്താണ്? ഇതിൽ നിന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഈ കേസിൽ എന്താണ്, ഇവിടുത്തെ വയലറ്റിനാണല്ലേ ഏറ്റവും വേവ് ലെങ്ത് കുറവ്. അതുകൊണ്ട് തന്നെ ഡീവിയേഷൻ ഏതാ കാണിച്ചത് ഏറ്റവും കൂടുതൽ? വയലറ്റ് ആലെ ഡീവിയേഷൻ കാണിച്ചത്. ആൻഡ് ഓൾസോ റെഡ് ആണ് ഡീവിയേഷൻ കുറവ് കാണിച്ചത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വേവ് ലെങ്ത് ആർക്കാ കൂടുതൽ? റെഡിനാണല്ലേ കൂടുതൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഈസി ആയിട്ട് അത് പഠിച്ചല്ലേ. അപ്പൊ നോക്കിയേ, മിസ് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിച്ച് ആർ ദ കളേഴ്സ് ഓഫ് ലൈറ്റ് ഹാസ് ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആൻഡ് വിച്ച് ഹാസ് ദ ലോങ്സ്റ്റ് വേവ് ലെങ്ത്? ഇങ്ങനത്തെ ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാനുള്ള, നിങ്ങൾക്ക് തിരിഞ്ഞു പോകാനും ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വേവ് ലെങ്ത് ആണോ ഡീവിയേഷൻ ആണോ കൂടുതൽ? അയ്യോ കൺഫ്യൂഷൻ. അപ്പൊ ഓർത്താൽ മതി, ഡീവിയേഷനും വേവ് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. എന്താണ്? ഡീവിയേഷൻ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വേവ് ലെങ്ത്. ഇത് ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. എന്താണ്? ഡീവിയേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വേവ് ലെങ്ത്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി മിസ് ഓൾറെഡി പറഞ്ഞായിരുന്നു വേവ് ലെങ്ത് ഏറ്റവും കുറവ് ആർക്കാണ്? നമ്മുടെ ബ്ലൂ അല്ലെങ്കിൽ വയലറ്റിനാണല്ലേ ഏറ്റവും വേവ് ലെങ്ത് കുറവ്. അപ്പൊ വേവ് ലെങ്ത് കൂടുതൽ ആർക്കാ? നമ്മുടെ റെഡിനാണ് എന്ത്? വേവ് ലെങ്ത് നല്ല രീതിക്ക് കൂടുതൽ. ഇത് ഓറിയന്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കൂട്ടോ. അത് മിസ് അപ്പൊ പറഞ്ഞു തരാവേ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വേവ് ലെങ്ത് കുറവ് വയലറ്റിന്, വേവ് ലെങ്ത് കൂടുതൽ റെഡിന്. ദാറ്റ് മീൻസ് ഡീവിയേഷൻ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണെന്ന് പറയാം നമുക്ക്. വേവ് ലെങ്ത് കൂടുതലുള്ളത് ആർക്കാ? ഷോർട്ടർ വേവ് ലെങ്ത് ആർക്കാണ്? നമ്മുടെ വയലറ്റ്. ലോങ്സ്റ്റ് വേവ് ലെങ്ത് കൂടുതൽ ആർക്കാണ്? റെഡ്. മനസ്സിലായല്ലോ? ഓക്കെ. വിച്ച് കളർ ഡീവിയേറ്റ് ദ മോസ്റ്റ് ആസ് ഇറ്റ് പാസസ് ത്രൂ ദ പ്രിസം? വിച്ച് ഈസ് ദ ലീസ്റ്റ് ഡീവിയേഷൻ? അപ്പൊ ഇവിടെ കൂടുതലും കുറവ് ആർക്കാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡീവിയേഷന്റെ രീതിയും. എന്താണ്? ഡീവിയേഷൻ ത്രൂ പ്രിസം പാസസ് ഡീവിയേറ്റ്സ് ദ മോസ്റ്റ് ഡീവിയേഷൻ കാണിച്ചത് ആർക്കായിരിക്കും? ഷോർട്ടർ വേവ് ലെങ്ത് ആർക്കാ? വയലറ്റ് അല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ കാണിക്കുന്ന ആരായിരിക്കും? വയലറ്റ്. മനസ്സിലായോ? അപ്പൊ വിച്ച് ഈസ് ദ ലീസ്റ്റ് ഡീവിയേഷൻ ആരാ? നമ്മുടെ റെഡ്. അപ്പോൾ തന്നെ ഓർക്കണം ഈ കാര്യം. ഡീവിയേഷൻ ഈസ് ദ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വേവ് ലെങ്ത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ചേഞ്ച് ഒബ്സർവ്ഡ് ഇൻ ദ ഡീവിയേഷൻ ഓഫ് കളർ? എന്തുകൊണ്ടായിരിക്കും ഡീവിയേഷൻ ഓഫ് കളർ കാരണം? എന്തുകൊണ്ടായിരിക്കണം? ഡിസ്പേർഷൻ കാരണം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ചേഞ്ച് ഒബ്സർവ്ഡ് ഇൻ ദ ഡീവിയേഷൻ ഓഫ് കളർ? വേവ് ലെങ്ത് കൊണ്ടാണ്. ഇത് പറയണത് എന്താ? ഡിസ്പേർഷൻ ആണ്. അപ്പൊ വേവ് ലെങ്ത് കാരണമാണ്
ആ ഡീവിയേഷൻ ഉണ്ടായത്. വേവ് ലെങ്ത്തിന്റെ ചേഞ്ച് കാരണമാണ് എന്താ നമ്മൾ എന്ത് പറയാം, നമ്മുടെ ഡീവിയേഷൻ ഉണ്ടാവുക പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ആദ്യത്തെ കേസിൽ നോക്കിയപ്പോഴേക്കും നമ്മൾ കളറ് എന്താ നോക്കിയത്, കളറിന്റെ കേസിൽ നമ്മൾ മോണോക്രോമാറ്റിക് ലൈറ്റ് എടുത്തപ്പോഴേക്കും സിംഗിൾ ലൈറ്റ് ആയിരുന്നപ്പോഴേക്കും നമ്മൾ റിഫ്രാക്ഷൻ നോക്കി. പക്ഷെ ഇവിടെ നോക്കിയാൽ നമ്മൾ ഒരു മൾട്ടി കളർ, അതായത് നമ്മുടെ വൈറ്റ് ആണ് എടുത്തത്. വൈറ്റ് എന്താ കോമ്പോസിറ്റ് കളേഴ്സ്, കുറെ കളേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് വൈറ്റ് ലൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഡിസ്പേർഷൻ വഴി ലൈറ്റ്സ് ഓരോന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ആയി വന്നല്ലേ. അപ്പൊ സ്പ്ലിറ്റ് ആവുന്നത് എന്ത് ബേസിസിലാണ്, വേവ് ലെങ്ത്തിന്റെ ബേസിസിലാണ്. ഓക്കെ. When the light passes through a glass prism, it undergoes refraction at the two refracting face of the prism. The extent of the deviation depends on the wavelength of light. Red deviates the least because the longer wavelength, and the wavelength of other colors lies in between red and violet. Hence, there is the deviation of a proportion, and it is arranged between red and violet. അത്രേ ഉള്ളൂ. ഇത്ര മിസ് പറഞ്ഞാൽ തന്നെ അത് ഇംഗ്ലീഷ് രീതിയിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഡീവിയേഷൻ കൂടുതൽ ആർക്കാ ഉള്ളത്, വയലറ്റിനും. ഡീവിയേഷൻ കുറവ് ആർക്കാ ഉള്ളത്, റെഡിനാണ്. ഡീവിയേഷൻ കുറയാൻ കാരണം എന്താ, വേവ് ലെങ്ത് കൂടിയതുകൊണ്ട്. അപ്പൊ വേവ് ലെങ്ത് കുറഞ്ഞ ആസ്പെക്റ്റിൽ ബാക്കി എല്ലാ ലൈറ്റ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതാണ് മിസ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ റെഡിനെക്കാട്ടും വേവ് ലെങ്ത് കുറവ് ഓറഞ്ചിനാണ്, പിന്നെ യെല്ലോയ്ക്കാണ്, പിന്നെ ഗ്രീനാണ്, ബ്ലൂ, ഇൻഡിഗോ, വയലറ്റ്. വയലറ്റിനാണ് ഏറ്റവും കുറവ് കേട്ടോ. മനസ്സിലായില്ലേ? ഓക്കെ. ഇത് നോക്കിയേ, ഇത് നമ്മുടെ സൂര്യൻ ഒരു വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ സൂര്യന്റെ പ്രകാശം വന്ന് എന്ത് ചെയ്യും, ഈ വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് അല്ലെ. എന്ത് സാധനം വെച്ചേക്കുന്നത്, ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് വെക്കുന്നു, ഗ്ലാസ് തട്ടി അവിടെ എന്ത് സംഭവിക്കുന്നു, റിഫ്രാക്ഷൻ നടക്കുന്നു അല്ലെ. റിഫ്രാക്ഷൻ നടക്കുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു, ആ ലൈറ്റ് ഇങ്ങനെ ഒരു പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്ലാസ് ഇങ്ങനെ വെച്ച് നോക്കിയേ, അത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് എന്ത് കാണാൻ പറ്റും, ആ സ്പെക്ട്രം ഫുള്ളും ഇങ്ങനെ കാണാൻ പറ്റൂ കേട്ടോ. അപ്പൊ നമുക്ക് ഈസിലി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതായത് കണ്ടോ, ഇത് വെള്ളം വെച്ചിട്ടുണ്ട്, ആ വെള്ളത്തിൽ നിന്നൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും, ഒരു റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയത്തിലേക്കാണല്ലേ പോകുന്നത്. അപ്പൊ അഫ്കോഴ്സ് എന്താണ്, ഡിഫ്രാക്ഷൻ നടക്കുന്നു. ഡിഫ്രാക്ഷൻ വഴി ലൈറ്റ്സ് ഒക്കെ സ്പ്ലിറ്റ് ആവുന്നു, നമ്മൾ ലൈറ്റ് കാണുന്നു അല്ലേ. അപ്പൊ അതേ നോക്കിയേ, ലൈറ്റ് കമ്പോസ്ഡ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ഈസ് എ കോമ്പോസിറ്റ് ലൈറ്റ്. അതായത് ലൈറ്റ് കമ്പോസ്ഡ് ഓഫ് ഡിഫറെന്റ് കളർ ഈസ് എ കോമ്പോസിറ്റ് ലൈറ്റ്. അതായത് കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് ഉദ്ദേശിച്ച് നമ്മൾ എന്താണ്, പലതരം കളേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണല്ലേ നമ്മുടെ വൈറ്റ് ലൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മിസ് ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലേ. ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ഇസ് ദ ഫിനോമിന ഓഫ് സ്പ്ലിറ്റിംഗ് ഓഫ് ദ കോമ്പോസിറ്റ് ലൈറ്റ് ഇൻ ടു ദ കമ്പോണന്റ് കളർ. അതായത് കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോഴേക്കും ആ ലൈറ്റിനെ നമ്മൾ അതെന്ത് ചെയ്യും, പല പല ലൈറ്റ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും അല്ലെ. ഓരോ ലൈറ്റ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫോമിലേക്ക് എത്തിക്കാൻ പറ്റൂലേ. അതാണ് എന്ത്, ഡിസ്പേർഷൻ എന്ന് പറഞ്ഞത്. അപ്പം മിസ് ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മൾ ഡിസ്പേർഷൻ വഴിയാണ് ഈ സ്പെക്ട്രം, അതായത് നമുക്ക് ഓരോ കമ്പോണന്റ് ലൈറ്റ്സും എന്ത് ചെയ്യും, നമുക്ക് കോമ്പോസിറ്റ് ലൈറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റും. അതിനെ പറയുന്നതാണ് എന്ത്, ഡിസ്പേർഷൻ എന്ന് പറയണുണ്ടായത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്, നമ്മുടെ ബേസിക് കാര്യമായ റിഫ്രാക്ഷൻ പഠിച്ചു. റിഫ്രാക്ഷനിൽ എന്തൊക്കെയുണ്ട്, അത് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്സ്, അതായത് നമ്മുടെ എന്താ, ബെൻഡിങ് ഓഫ് ലൈറ്റ്സ് എന്ന് പറയും. when it comes from a rarer medium to denser medium, when the light is obliquely fall ആയാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഒബ്ലിക്കലി ഫോൾ ആയത് ചരിഞ്ഞ് വന്ന് വീഴുന്നു. ഒരു എന്താണ്, റയറർ മീഡിയം ടു ഡെൻസർ ആകാം, നമുക്ക് ഡെൻസർ ടു റയർ, എനിവേ അങ്ങനെ വന്ന് വീഴുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ബെൻഡിങ് സംഭവിക്കും അല്ലെ. അതാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ എന്താ, ടുവേർഡ്സ് നോർമൽ ആയിരിക്കും, അല്ലെങ്കിൽ എവേ ഫ്രം നോർമൽ ആയിരിക്കും. രണ്ട് കേസും നമ്മൾ നോക്കി. പിന്നെ സാധാ ഒരു ലൈറ്റ് നമ്മുടെ പ്രിസത്തിൽ കൊടുക്കുമ്പോൾ എങ്ങനെയെന്ന് നോക്കി. അതേപോലെ തന്നെ നമ്മുടെ എന്താണ്, നമ്മുടെ പ്രിസത്തിൽ ഒരു വൈറ്റ് ലൈറ്റ് കൊടുക്കുമ്പോഴും എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ലൈറ്റ് അതിൻ്റെ ഓരോ കമ്പോണന്റ് ലൈറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കിയപ്പോഴേക്കും നമ്മുടെ ഇന്നത്തെ സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ ഈസിലി അത് പഠിച്ചല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ എടുത്തത് ക്ലാസ് 10th തേർഡ് ചാപ്റ്ററായ എന്താണ്, ദ വേൾഡ് ഓഫ് കളർ ആൻഡ് വിഷൻ. അപ്പൊ നമ്മളിപ്പോ എന്താ, വേൾഡ് കളറിന്റെ കളറിന്റെ ലോകത്തേക്ക് എത്തി തുടങ്ങി, കാലെടുത്ത് വെച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ പതിയെ ഓരോ കളറിലെ പല കാര്യങ്ങളും ഇങ്ങനെ പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നെങ്കിൽ ഭയങ്കര മൂഡ് ഓഫ് ആയതിന്.
അപ്പം നമ്മളെന്താ കളർഫുൾ കാര്യങ്ങളല്ലേ പഠിക്കുന്നത്, അപ്പം നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റില്ലേ? നമ്മൾ ഈസി ആയിട്ട് പഠിച്ച് ഇനി ഓരോ സെക്ഷൻസ് ആയിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കണം കേട്ടോ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പം മിസ് ഇതിൻ്റെ ബാക്കി പോർഷനായിട്ട് അടുത്ത സെക്ഷനിൽ കാണാം കേട്ടോ. ബൈ.